നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, എന്താടാ? അല്ലേ ചേച്ചി, ജാസ്മിന്റെ അച്ഛൻ എന്താ പെട്ടെന്ന് ഇവിടേക്ക് കയറി വന്നത്? ഇങ്ങനൊരു വരവ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. ജാസ്മിൻ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു? ഇന്ന് വരെ അവളുടെ അച്ഛന് അവളുടെ അഭിമാനത്തെക്കുറിച്ചും അവളുടെ വിവാഹം പെട്ടെന്ന് നടത്തുന്നതിനെക്കുറിച്ചും ചിന്തയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതിപ്പോ ഇന്ന് ഇങ്ങനൊരു ചിന്ത എവിടുന്ന് മുളപൊട്ടി? സത്യം പറയേച്ചി, ജാസ്മിന്റെ വിവാഹം നടത്തി അവളെ ഇവിടുന്ന് ഒഴിവാക്കി വിടാനായിട്ട് ചേച്ചി ഒരുക്കിയ പ്ലാനല്ലേ ഇത്? അതിനനുസരിച്ചല്ലേ വക്കീലിവിടെ വന്നേ? എടാ, ഇത് ഞാനൊരുക്കിയ പ്ലാനൊന്നും അല്ല. ഇന്നലെ വക്കീൽ എന്നെ വിളിച്ചിരുന്നു. അയാളെ അജ്ഞാതയായ ഏതോ ഒരു പെണ്ണ് വിളിച്ച് ജാസ്മിനെ കുറിച്ച് എന്തൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞുവെന്ന്. അതൊക്കെ കേട്ടപ്പോ ആള് വല്ലാതെ ഇറിറ്റേറ്റഡ് ആയി. നമ്മൾ അവളെ വിളിച്ചുകൊണ്ട് ഇവിടെ നിർത്തി അപമാനിക്കുകയാണെന്നും അവളുടെ വിവാഹം നമ്മൾ പറഞ്ഞപടി നടക്കാത്ത സ്ഥിതിക്ക് അയാൾ ഇന്ന് ഇവിടെ വന്ന് ജാസ്മിനെ വിളിച്ചുകൊണ്ട് പോവുമെന്നും പറഞ്ഞു. അപ്പൊ ചേച്ചി എന്ത് പറഞ്ഞു? എന്തായാലും ജാസ്മിന്റെ അച്ഛന് എന്നെ വിളിക്കാൻ തോന്നിയത് നന്നായെന്ന് ഞാൻ പറഞ്ഞു. ആളുകള് ജാസ്മിനെ കുറിച്ച് പലതും പറയും, അതൊന്നും കാര്യമാക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ അയാളെ സമാധാനപ്പെടുത്തി. ഇന്നിങ്ങോട്ട് വന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞു. അതനുസരിച്ചാ കക്ഷി വന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ശരി തന്നെ. അപ്പൊ ഇതിന്റെ പിന്നിൽ ചേച്ചിയുടെ കറുത്ത കരങ്ങൾ ഉണ്ടായിരുന്നല്ലേ? എടാ, എന്റേത് കറുത്ത കരമൊന്നുമല്ല, നല്ല വെളുത്ത കരവാ. ദേ ഇങ്ങോട്ട് നോക്കിയേ. ഓ, ചേച്ചിയുടെ ഒരു തമാശ. ഏതായാലും ചേച്ചിയുടെ ബുദ്ധി വിമാനം തന്നെ. വിമാനം അല്ലടാ, റോക്കറ്റാ. ആന്റി, എന്റെ തലയിലേക്ക് തിളച്ച എണ്ണ കോരി ഒഴിച്ചിട്ടേ നിങ്ങൾ നിന്ന് ചിരിക്കുന്നോ? തിളച്ച എണ്ണയോ? അതപ്പോ ആര് കോരി ഒഴിച്ചു? ഞങ്ങളാരും അതിനൊന്നും ചെയ്തില്ലല്ലോ. ദേങ്ങളെ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ അതിനിടയ്ക്ക് തമാശ പറയരുത് കേട്ടോ. ജാസ്മിൻ, എന്താ നിന്റെ പ്രശ്നം? ആന്റി, ആന്റി എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. ഏതെങ്കിലും ഒരു കൊഞ്ഞാണനെ വിവാഹം കഴിക്കാനാണോ ഞാൻ ഇത്രയും കാലം ഈ വീട്ടിൽ കാത്തു കെട്ടി കിടന്നത്? ആണോന്ന്? അല്ല, അതിനല്ലയോ ഞങ്ങൾ ഇങ്ങോട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് തന്ന വാക്ക് മാറ്റി പറയുന്നത്? ഏതോ ഒരുത്തനുമായിട്ട് എന്റെ വിവാഹം നടത്താൻ നോക്കുന്നത്. ജാസ്മിൻ, നിനക്ക് എന്റെ പ്ലാൻ അറിയാത്തതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എങ്ങനെ? ഇനി എനിക്ക് വെറുതെ പ്രതീക്ഷകൾ തരുവാണോ? വിശാലും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് ഞാൻ ഇനിയും സ്വപ്നം കണ്ട് ജീവിക്കണോ? നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവാ ജാസ്മിൻ. എങ്ങനെ? അതാ ഞാൻ ചോദിക്കുന്നത്. ജാസ്മിൻ, എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിന്റെ വിവാഹം വേറൊരാളുമായിട്ട് ഫിക്സ് ചെയ്യും. ഒരു നാടകം. പക്ഷേ ഏറ്റവും ഒടുവിൽ വിവാഹവേദിയിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വിശാലായിരിക്കും. അതിനൊരു പ്ലാൻ ഒരുക്കി വെച്ചിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. ആ പ്ലാൻ വർക്ക്ഔട്ട് ആയിരിക്കും. എങ്ങനെ ആ പ്ലാൻ വർക്ക്ഔട്ട് ആവുന്നത്? അതൊക്കെ വഴിയേ അറിഞ്ഞാ മതി. ഈ കടല് കാണുമ്പോ ഇപ്പൊ എന്താ എന്റെ മനസ്സിൽ തോന്നുന്നതെന്ന് പാർവതിക്കറിയോ? അതെങ്ങനെ ഞാൻ അറിയാനാ? എങ്കിൽ ഞാൻ തന്നെ പറയാം. നമുക്കിടയിലെ സ്നേഹം, അതാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അത് ഈ കടല് പോലെ ആഴമേറിയതാ.
സാർ അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്റെ സ്നേഹം അളക്കണമെങ്കിൽ പാർവതി ഈ കടലിലെ തിരമാലകളെ എണ്ണി തീർക്കേണ്ടി വരും. അതിന് പാർവതിക്ക് സാധിക്കും. അയ്യോ, അതെങ്ങനെയാ സാധിക്ക? തിരമാലകളെ മുഴുവൻ എണ്ണി തീർക്കാന്ന് വെച്ചാ ഈ ജന്മം സാധിക്കില്ലല്ലോ. അപ്പോ പാർവതിയുടെ ചോദ്യത്തിന് ഇപ്പൊ ഉത്തരവായല്ലേ? എണ്ണിയാൽ ഒടുങ്ങാത്ത മണൽത്തരികളെക്കാളും ഒരിക്കലും നിലയ്ക്കാത്ത തിരമാലകളെക്കാളും എത്ര കൊടിയ ചൂടിലും പറ്റാത്ത ഈ മഹാസമുദ്രത്തെക്കാളും ഞാൻ എൻ്റെ പാർവതിയെ സ്നേഹിക്കുന്നു. I love you. അയ്യോ, ഇതെന്തേത്? ആരെങ്കിലും കേൾക്കും. ഇവിടെ ആര് കേൾക്കാനാ? ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടുപേരുമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ ആര് കേട്ടാലെന്താ? നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ. ഞാൻ എൻ്റെ ഭാര്യയോടല്ലേ എൻ്റെ പ്രണയം പങ്കുവെക്കുന്നത്. അപ്പോ ഇതൊക്കെ പറയാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? പിന്നെ പിന്നെ എന്തിനാ വന്നത്? അതൊക്കെയുണ്ട്. എന്തിനാ വന്നതെന്ന് പറയേ വിശാൽ സാർ. അതിന് സമയമായിട്ടില്ല. കുറച്ച് സമയം കൂടി എൻ്റെ പൊന്ന പാർവതി ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്നാലും എന്തായിരിക്കും? എന്തായിരിക്കും? താനൊന്ന് ഊഹിച്ചേ. എന്റെ മനസ്സിലൊന്നും തെളിയുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.